ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ ഫിനാൻഷ്യൽ തലത്തിൽ നിന്നുള്ള ക്ലാസ്സാണ്. വിജയ് തോമസ് സാറ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. കാനറ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്ത മാനേജറാണ്. ഇപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒരു ട്രെയിനിങ് രംഗത്ത് ഒരു ട്രെയിനറായി, ഒരു ഫിനാൻഷ്യൽ കോച്ചായി ഒക്കെ സാറ് വർക്ക് ചെയ്യുന്നു. എങ്ങനെ റിട്ടയർ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാം എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് വിജയ് തോമസ് സാറാണ് അതിന് ഉത്തരം. കാരണം അത്രമാത്രം ക്രിയേറ്റീവ്. ഇതിനു മുമ്പ് ഫിനാൻഷ്യൽ ലിറ്ററസി മിഷന്റെ അങ്ങനത്തെ വർക്കുകൾ സാർ ചെയ്തു. ഇപ്പോൾ സാർ അത് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഇതുപോലുള്ള ക്ലാസ്സുകളും പുതിയ പുതിയ വിഷയങ്ങൾ എടുക്കാനും ഒരുപക്ഷെ ഫിനാൻഷ്യൽ തലത്തിൽ ഇത്രമാത്രം മൂല്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് തന്നെ വിജയ് തോമസ് സാറിന്റെ ഈ ക്ലാസ്സുകൾ കേട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. യു ആർ വെൽക്കം. സ്നേഹമുള്ള നമ്മുടെ മാറ്റിനി വെബിനാറിലെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഞാൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം ഇത് കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ് വേറെ പ്രോഗ്രാം ഉണ്ടെന്നാ സാറ് പറഞ്ഞ്. അപ്പം നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് തന്നെ നേരിട്ട് നമുക്ക് പോകാം. ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്ന ഞാൻ ഇതിനു മുമ്പ് വരെയുള്ള ക്ലാസ് എടുത്തതെല്ലാം ബാങ്കിങ്ങിന്റെ ജനറൽ ആസ്പെക്റ്റുകളെല്ലാം കവർ ചെയ്തു. ഇനി അതിനെ കഴിഞ്ഞ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കീമുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഭവന വായ്പയെ പറ്റി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു 3 കാര്യങ്ങളെ പറ്റി നമ്മൾ പരമ്പരാഗതമായി പറഞ്ഞു വരുന്നുണ്ട്. അത് എന്നതൊക്കെയാ? പാർപ്പിടത്തിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ സാർ. ഭക്ഷണം. ഭക്ഷണം ഒന്നാമത് അത് തന്നെയാ പറയുന്നത്. ഭക്ഷണം, പാർപ്പിടം, പിന്നെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അതാണ് നമ്മുടെ 3 ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമായിട്ട് നമ്മൾ വിശ്വസിച്ച് പോകുന്നത്, പരമ്പരാഗതമായി പറഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതായിരിക്കില്ല ഒരുപക്ഷെ പറയുന്നു. അവർ വേണേൽ പറയും എനിക്ക് ഏറ്റവും അത്യാവശ്യം ഇന്റർനെറ്റാണ്. ആ ഒരു യുഗത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുക. പക്ഷെ പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതാണ് 3 അത്യന്താപേക്ഷിതം. അതിനകത്ത് ആഹാരവും വസ്ത്രവും അത് നമ്മുടെ റിക്കറിങ് എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് ആവർത്തിച്ച് വരുന്ന ചെലവുകൾ വരുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാനപരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മുതൽ മുടക്ക് വരുന്ന ഒരു സംഗതിയാണ് പാർപ്പിടം. അവനവന് സ്വന്തമായ ഒരു പാർപ്പിടം ഉണ്ടാകുക, അവിടെ നമ്മൾ വസിക്കുക, അതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഒരു പാർപ്പിടം ഉണ്ടാക്കണമെങ്കിൽ അതിന് നല്ലൊരു മുതൽ മുടക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. അത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് ഒരു തുക കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാവരും അതിന് സഹായം എന്ന് പറഞ്ഞാൽ അതിനൊരു സോഴ്സ് കണ്ടെത്താനുള്ള മാർഗം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അതിന് ഉള്ള ഒരു മാർഗമാണ് ഭവന വായ്പ എന്ന്. ഭവന വായ്പ പണ്ട് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് അനുവദനീയം ആയിരുന്നില്ല. കൊമേഴ്സ്യൽ ബാങ്കുകളോട് ഭവന വായ്പ കൊടുക്കാൻ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും ഹൗസിങ്ങിനായിട്ട് പ്രത്യേക സബ്സിഡറി തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ സ്ട്രക്ചറേ മാറി. ഇന്ന് കൊമേഴ്സ്യൽ ബാങ്കുകൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണ് ഭവന വായ്പ. ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ ഭവന വായ്പയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ബാങ്കുകൾ ഭവന വായ്പയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഭവന വായ്പ. എന്തായിരിക്കും അതിന്റെ കാരണം? ആവശ്യക്കാർ കൂടുതലാണ് ഒരു കാര്യം. പിന്നെ തിരിച്ചടവ് കൃത്യമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറയണ്ടായി, തിരിച്ചടവ് റിക്കവറി എളുപ്പമാണ്. തിരിച്ചടവ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വായ്പയാണ് ഭവന വായ്പ.
കാരണം ആൾക്കാർക്ക് ഒരു മാനസികമായി ഇത് തിരിച്ചടച്ചേ മതിയാവും എന്നുള്ള ഒരു ബോധ്യമുള്ള ഒരു വായ്പയാണ് ഭവന വായ്പ. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇപ്പൊ പ്രോഫിറ്റ് ഓറിയന്റഡാണ്. ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ആ ലാഭം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു സോഴ്സാണ് ഭവന വായ്പ. ഒരു ഭവന വായ്പ കൊടുത്താൽ, ഒരിക്കൽ അതിനുവേണ്ടി അധ്വാനിച്ചാൽ, ഏതാണ്ട് അതിന് 30 കൊല്ല കാലാവധി ഉണ്ട്. 30 കൊല്ലത്തോളം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു മാർഗമാണ് ഈ ഹൗസിംഗ് ലോൺ. അതുകൊണ്ടാണ് എല്ലാവർക്കും അത് കൊടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം. അപ്പോൾ നമുക്ക് ഈ ഭവന വായ്പയെ പറ്റി, അതിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യാണ്. സാറേ കാണാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഇതിലേക്ക്. അപ്പോൾ ഈ ഹൗസിംഗ് ലോൺ എന്തൊക്കെ പർപ്പസിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹൗസിംഗ് ലോൺ എടുക്കാൻ പറ്റും? പുതിയ വീട് പണിയാൻ, ഉള്ള വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ, ഉള്ള വീടിന് അഡീഷണൽ ആയിട്ട് മുറി പിടിക്കാൻ, പിന്നെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് കൊടുക്കുക സാറേ. അത് ഹൗസിംഗ് ലോൺ വരികയല്ല സാർ, അത് വേറെ റിയൽ എസ്റ്റേറ്റ് ലോൺ, അത് വേറെ. ഇത് ഒരു വീടും ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു വീട് ഒരാളുടെ അടുത്ത് കണ്ടു, അതെന്ത് ചെയ്യാം? അത് വാങ്ങിക്കാം. ദാറ്റ് ഈസ് ഔട്ട്റൈറ്റ് പർച്ചേസ് നമുക്ക് നടത്താം. ഓക്കെ, അതിനും ഹൗസിംഗ് ലോൺ എടുക്കാനായിട്ട് പ്രൊവിഷൻ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട്. കൺസ്ട്രക്ട് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹൗസിംഗ് ലോൺ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഓരോ സ്ലൈഡുകളിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കാം കേട്ടോ. ബാക്കി ജനറൽ ആയിട്ടുള്ള സംശയം നമുക്ക് ലാസ്റ്റ്. ഓക്കെ, ഇതിനു വേണ്ടിയുള്ള ഹൗസിംഗ് ലോൺ പർച്ചേസിന് വേണ്ടിയിട്ട്, അതായത് ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ വീട് മാത്രമായിട്ട് നമുക്ക് പറ്റുകയില്ല. വീടിൻ്റെ കൂടെ എന്തുണ്ടാകണം? വീട് വെക്കുന്ന ഒരു പ്ലോട്ട് ഉണ്ടാകണം, അല്ലേ? ഒരു സൈറ്റ് ഉണ്ടാകണം. ആ സൈറ്റോട് കൂടിയേ നമുക്ക് ആ വീട് വാങ്ങിക്കാൻ പറ്റും. അപ്പം വീടും സ്ഥലവും കൂടെ വാങ്ങിക്കും. അതാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് എന്നത്. അടുത്തത് വീട് പണിയുക. ഇല്ലാത്തൊരു വീട്, പുതിയൊരു വീട് പണിയുക. അത് നമുക്ക് ഹൗസിംഗ് ലോൺ എടുക്കാം, ഭവന വായ്പ. അടുത്തത് എന്തെങ്കിലും വേണമെങ്കിൽ അതിന് റിപ്പയർ ചെയ്യണം, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, അതിന് നമുക്ക് ഈ ഹൗസിംഗ് ലോൺ എടുക്കാം. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഇവിടെയുള്ള ആൾക്കാർ, നമ്മുടെ പിള്ളേരൊക്കെ വിദേശത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർ വീട്ടുകാർക്ക് വീടില്ലേ, ഒരു നല്ല വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടു, അവർ കല്യാണം കഴിച്ചാൽ വഴിക്ക് പോകും. പിന്നെ ഈ വീടൊന്ന് പെയിന്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊന്നും ഇവരെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അവർക്ക് വേണമെങ്കിൽ ഈ ഭവന വായ്പ എടുക്കാവുന്ന. വീട് നമുക്ക് ഒരു ഭവന വായ്പ എടുക്കണമെങ്കിൽ ഈ സ്ഥലം ഇത് വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരിൽ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന്റെ പേരിൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സൈറ്റ് ഉള്ളവർക്ക് വേണ്ടി മാത്രമേ ഒരു വീട് വെക്കാനുള്ള വായ്പ എടുക്കാൻ പറ്റൂ. അത് അവരുടെ പേരിൽ തന്നെ ആയിരിക്കണമെന്നില്ല, അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന്റെ പേരിലും. അപ്പം ആരൊക്കെയാണ് ഈ ക്ലോസ് റിലേറ്റീവ്? അത് നമുക്കൊന്ന് നോക്കാം. എല്ലാ റിലേറ്റീവ്സും ക്ലോസ് റിലേറ്റീവ്സ് എന്നുള്ള രീതി കൂട്ടുകയല്ല, ഇതിനൊരു കാറ്റഗറൈസേഷൻ. സ്പൗസ് ക്ലോസ് റിലേറ്റീവ്. ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഭർത്താവ്, ഒരു പുരുഷനാണ് ആപ്ലിക്കൻ്റ് എങ്കിൽ അവരുടെ ഭാര്യ, ദാറ്റ് ഈസ് സ്പൗസ്. ആ സ്പൗസിന്റെ പേരിൽ വസ്തു ഉണ്ടായാലും മതി. അടുത്തത് അവരുടെ ഫാദർ,
പിതാവിനെ ക്ലോസ് റിലേറ്റീവ് ആയിട്ട് കൊടുക്കും. പിതാവിന്റെ പേരിലുള്ള വസ്തുവിൽ ഒരു വീട് നമ്മൾ വെക്കുന്നതിന് അതിനും നമുക്ക് വായ്പ എടുക്കാനാണ്. അടുത്തത് മാതാവ്, അമ്മയുടെ പേരിലായാലും വസ്തു ഉണ്ടെങ്കിലും അതിനും വായ്പ എടുക്കാൻ പറ്റും. അടുത്ത ബ്രദർ ഓർ അൺമാരീഡ് സിസ്റ്റർ. സിസ്റ്റർ മാരീഡ് ആയി പോയെങ്കിൽ പറ്റില്ല. അൺമാരീഡ് ഡോട്ടർ, അൺമാരീഡ് സിസ്റ്റർ ഓർ അൺമാരീഡ് ബ്രദർ, അവരുടെ പേരിലുള്ളതാണെങ്കിലും ഭവന വായ്പ എടുക്കാവുന്നതാണ്. അടുത്തത് മകൻ ഓർ അവിവാഹിതയായ മകൾ, അവരുടെ പേരിലാണ് വസ്തുവെങ്കിലും അതിനും ഈ വീട് വെക്കാനുള്ള വായ്പ എടുക്കാം. ഇത്രയാണ് ക്ലോസ് റിലേറ്റീവ് എന്നുള്ള ഒരു കാറ്റഗറി വരുന്നത്. ഇതല്ലാത്ത വേറെ ആരെയും ക്ലോസ് റിലേറ്റീവ് പെടുത്തില്ല. അവരുടെ പേരിൽ വസ്തു ഉണ്ടെങ്കിൽ അതിന് അവിടെ വീട് വെച്ചാൽ വായ്പ എടുക്കാൻ പറ്റില്ല. ഇതാണ് ക്ലോസ് റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു ചോദിച്ചോട്ടെ. ഓക്കെ. എന്റെ വൈഫ് ബാങ്കിലാണ് വർക്ക് ചെയ്തത്. അപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ, അന്ന് എനിക്ക് സ്ഥലമില്ല, പുതിയ സ്ഥലം മേടിച്ചിട്ട് വേണം വീട് വെക്കാം. അപ്പൊ എന്റെയും വൈഫിന്റെയും പേരിൽ സ്ഥലം മേടിക്കാൻ തീരുമാനിച്ചപ്പോ ബാങ്ക് പറഞ്ഞു അത് പറ്റില്ല, പുള്ളിക്കാരത്തിന്റെ തന്നെ പേരിൽ വാങ്ങിക്കണം, പുള്ളിയുടെ പേരിൽ മാത്രമാണെങ്കിൽ ഹൗസിംഗ് ലോൺ തരുവുള്ളൂ എന്ന് പറഞ്ഞു. അത് സ്റ്റാഫ് ഹൗസിംഗ് ലോൺ, അങ്ങനെ അഡീഷണൽ കണ്ടീഷൻ. ഓക്കെ. സ്റ്റാഫ് ഹൗസിംഗ് ലോൺ അതിന് പലിശ കുറവായിരിക്കും അല്ലേ സാർ? ആ സ്റ്റാഫ് ഹൗസിംഗ് ലോൺ സിമ്പിളാ സാർ. ബാക്കിയുള്ളതെല്ലാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. മറ്റേ സിമ്പിൾ, പലിശ വലിയ കുറവില്ല, പക്ഷേ ഇറ്റ് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പലിശയ്ക്ക് പലിശ വരിക. അതാണ് സ്റ്റാഫിന്റെ ഉള്ള ഏറ്റവും വലിയ നേട്ടം. ഓക്കെ. ജോയിന്റ് അക്കൗണ്ട് ആണ്. ജോയിന്റ് അക്കൗണ്ട് വേണമെന്നില്ലേ? ജോയിന്റ് വേണമെന്ന് കണ്ടീഷൻ ഉണ്ട് സാർ. ജോയിന്റ് വേണം. ഓക്കെ. ഈ ഹൗസിംഗ് ലോണിന്റെ ബെനിഫിറ്റ്സ് ഹൗസിംഗ് ലോൺ എടുക്കുന്ന ആളുടെ ബെനിഫിറ്റ്, ബാങ്കിന്റെ ബെനിഫിറ്റ് അല്ല. ബെനിഫിറ്റ് ഇന്നിപ്പോൾ ലഭ്യമായ വായ്പകളിൽ ഏറ്റവും പലിശ കുറഞ്ഞ വായ്പയാണ് ഹൗസിംഗ്. ഇത്രയും ഇൻട്രസ്റ്റ് കുറവുള്ള വേറൊരു വായ്പയും ഇന്ന് ബാങ്കിൽ ലഭ്യമല്ല. ഗോൾഡ് ലോൺ അല്ലേ? ഗോൾഡ് ലോണിന്റെ പലിശ ഹൗസിംഗ് ലോണിനേക്കാൾ കൂടുതലാ സാറേ. പക്ഷെ നമുക്ക് കുറവ് വരുന്നത് സർക്കാർ സബ്സിഡി തരുന്നു. അതുകൊണ്ട് ഗോൾഡ് ലോണിന്റെ റേറ്റ് 9 അതിനകത്ത് 5% പലിശ സബ്സിഡി സർക്കാർ തരുന്നു. ബാക്കി അത് കഴിഞ്ഞാൽ 9-ൽ 5 പോയ ബാക്കി എത്രയുണ്ട്? 4 നമ്മൾ അടച്ചാൽ മതി. അത് എന്തുകൊണ്ടാ? സബ്സിഡി കിട്ടുന്നതുകൊണ്ടാ. ലോണിന്റെ റേറ്റ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മാത്രമല്ലേ? ഉള്ളി ഫോർ അഗ്രികൾച്ചർ. അതെ, കറൻസി റെസിപ്റ്റും കൊടുക്കണം. അത് ഓരോ ബാങ്കിനും ഓരോ പോളിസിയാ സാർ. ചില ബാങ്ക് 1 ലക്ഷം വരെയാണ് ഇത് വേണ്ട, ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ സാർ. ആ സ്കീം ഇപ്പൊ ഇല്ലല്ലോ, നിർത്തിയില്ലേ? ഉണ്ട് സാർ, ഇപ്പോഴും നിലവിലുണ്ട് സാർ. അത് ഇടയ്ക്ക് നിർത്തിയായിരുന്നു, വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. ഓക്കെ, ഉണ്ട്, എനിക്ക് ഉറപ്പായിട്ട് പറയാം. ഓക്കെ. ഓക്കെ. അപ്പം നമ്മുടെ ഹൗസിംഗ് ലോൺ, നമ്മുടെ ഈ ഗോൾഡ് ലോൺ തരുന്നതിനേക്കാൾ റേറ്റ് കുറവാണ് ഹൗസിംഗ് ലോൺ കേട്ടോ. ഹൗസിംഗ് ലോൺ ആണ് ഇന്ന് കൊടുക്കുന്നതിൽ ഏറ്റവും പലിശ കുറഞ്ഞിട്ടുള്ള വായ്പ. അടുത്തത് ഏറ്റവും കൂടുതൽ ദീർഘകാല തിരിച്ചടവുള്ളത് വേറൊരു വായ്പയില്ല. 30 കൊല്ലം വരെ തിരിച്ചടവുള്ള വായ്പയാണ് ഹൗസിംഗ്. ഇതിനകത്ത് ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇതിനകത്ത് ചില ഫാക്ടറികൾ ഞാൻ ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ബാങ്ക് ടു ബാങ്ക് ഇതിനകത്ത് ആ പീരീഡോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് റേറ്റോ ഒക്കെ ഓരോ ബാങ്കും അവരുടേതായ രീതിയിൽ ഉള്ള ഒരു ഇത് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് തമ്മിൽ ചില വ്യത്യാസം വരും. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട. ബാങ്ക് ടു ബാങ്ക് വ്യത്യാസം ഉണ്ടാകും. ഞാൻ ഒരു ജനറൽ ഇതിലായിട്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അതൊരു മനസ്സിൽ വേണം. ഓക്കെ. ഇത് അതുപോലെ തന്നെ നമുക്ക് വിലക്കയറ്റം. ഇപ്പോൾ ഒരാളെ വീട് ഉണ്ടാക്കുന്നതിന് ഉള്ള പൈസയ്ക്ക് വേണ്ടി അവൻ കാത്തിരിക്കും. ചിലപ്പോൾ 15 കൊല്ലം അവൻ ചിലപ്പോൾ കാത്തിരുന്നാലായിരിക്കും ഒരു വീട് പണിയാനായിട്ടുള്ള പണം അവന് കണ്ടെത്താൻ പറ്റും. അന്ന് ഒരു വീട് പണിയണമെങ്കിൽ വരുന്ന ചെലവ് എത്ര അധികമായിരിക്കും. ആ ഇൻഫ്ലേഷനെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു വീട് നമുക്ക് പൂർത്തിയാക്കി. അതുകൊണ്ട് നമ്മുടെ വിലക്കയറ്റത്തെ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ സേവ് ചെയ്യാനായിട്ട് ഈ ഹൗസിംഗ് ലോൺ നമുക്കൊരു സഹായമാണ്. അടുത്തത്
പലരും വീട് പണിത് വീട് കുറെ ചെയ്തു വെച്ച് കഴിഞ്ഞ് പിന്നെ അവനൊരു നിവൃത്തിയില്ലാതെ അതവിടെ നിർത്തിയിട്ടിരിക്കുന്ന അനേകം വീടുകൾ. ആ ഒരവസ്ഥ വരാതെ നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചൊരു വീട് നമുക്ക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പണം ലഭ്യമാക്കാനായിട്ട് ഹൗസിംഗ് ലോൺ സഹായിക്കും. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായി. അടുത്തത്, ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റിനും മുതലിന്റെ തിരിച്ചടവിനും നമുക്ക് ഇൻകം ടാക്സ് ബെനഫിറ്റ് ഉണ്ട്. അത് മറ്റു വായ്പകൾക്കൊന്നും അധികം ഉള്ളതല്ല. 80C നമുക്കിതിന്റെ മുതലിന്റെ തിരിച്ചടവിനെ ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഇൻട്രസ്റ്റിനെ നെഗറ്റീവ് ഇൻകം ആയിട്ട് കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഡയറക്റ്റ് കുറയ്ക്കാൻ പറ്റും ഇൻട്രസ്റ്റിന്. അങ്ങനെയുള്ള ഇൻകം ടാക്സ് ബെനഫിറ്റും ഹൗസിംഗ് ലോൺ, അത് മറ്റു വായ്പയ്ക്കുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബെനഫിറ്റുകളെല്ലാം ഹൗസിംഗ് ലോൺ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാരെല്ലാം കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഒരു ഹൗസിംഗ് ലോൺ എടുക്കാൻ ആൾക്കാർ പലപ്പോഴും താല്പര്യം എടുക്കുന്നു. ഓക്കെ, പിന്നെ ഇതൊരു ഭയങ്കര ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. സാർ ഒരു ചോദ്യം, 80C നമുക്ക് 1.5 ലക്ഷം ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റിനേക്കാളും കൂടുതൽ ഇത് കൂട്ടാമോ? ഇല്ല സാർ, ആ 80Cക്കകത്ത് 1.5 ലക്ഷത്തിനകത്ത് ഇത് വരാം. അത്രേ ഉള്ളൂ, 1.5 ലക്ഷത്തിനകത്തേ ഉള്ളൂ. 80Cക്കകത്ത് 1.5 ലക്ഷമേ ഉള്ളൂ. അതിനകത്ത് 1.5 ലക്ഷം മറ്റൊന്നും ഇല്ലാത്തവർക്ക് ഇതും കൂടെ ഉൾപ്പെടുത്തി എടുക്കാം. അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പോകണ്ട ഇതുണ്ടെങ്കിൽ. ഓക്കെ, അതാണ്. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഒന്ന് മുടക്കി കഴിഞ്ഞാൽ കുറെ കൊല്ലത്തേക്കുള്ള നമുക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ സൂക്ഷിക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരു ഹൗസിംഗ് ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് വെറുതെ ഒരു പ്ലോട്ട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഹൗസിംഗ് ലോൺ കിട്ടില്ല. അതിന് ചില കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ, അതിന് നമുക്ക് നല്ല ടൈറ്റിൽ ഡീഡ്സ് ഉണ്ടാകണം. നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡ്സ് വളരെ പ്രോപ്പർ ആയിരിക്കും. അതായത് അതിൻ്റെ ആധാരം അത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പേരിലായിരിക്കണം, അല്ലെ നമ്മുടെ മുമ്പ് പറഞ്ഞ ക്ലോസ് റിലേറ്റീവിന്റെ പേരിലായിരിക്കണം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ബാധ്യതയില്ലാത്ത ടൈറ്റിൽ ഡീഡ്സ് ഉള്ള പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് വായ്പ തരികൂ. രണ്ടാമത്തത്, ഈ വായ്പ തരണമെങ്കിൽ നമുക്കൊരു പ്ലോട്ട് മാത്രം പോരാ. ഒരു വീട് പണിതാൽ അതിൽ നിന്ന് ഒരാദായവും നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഇതിന് തിരിച്ചടയ്ക്കാനായിട്ടുള്ള വരുമാനം അവനുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. വരുമാനം ഉള്ളവർക്ക് മാത്രമേ വായ്പ കൊടുക്കൂ. അത് വളരെ നിർബന്ധമാണ്. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഈ പ്ലോട്ട് അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആയിരിക്കും. അതായത് നിലം നികത്തിയതായാലും പറ്റില്ല. അത് എത്രയോ 2008 ആണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് നികത്തിയതാണെങ്കിൽ കുഴപ്പമില്ല. അതിന് ശേഷം നികത്തിയതാണെങ്കിൽ അത് കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പം അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആണെങ്കിലും ഹൗസിംഗ് ലോൺ തരികയില്ല. അഗ്രികൾച്ചർ പ്രോപ്പർട്ടി തരാതിരിക്കാൻ കാരണം, ബാങ്കുകൾക്ക് നേരിട്ട് ഈ സെക്യൂരിറ്റി പിടിച്ചെടുക്കാനായിട്ട് പെർമിഷൻ കൊടുത്തിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്, സർഫാസി ആക്ട്. ആ ആക്ട് അഗ്രികൾച്ചർ പ്രോപ്പർട്ടിക്ക് ബാധകം അല്ല. അതുകൊണ്ട് അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ബാങ്ക് എടുക്കുകയില്ല. അതിന് ബാങ്കുകൾ അത് ഡേറ്റാ ബാങ്കിൽ പെട്ടിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യും. ഡേറ്റാ ബാങ്കിലുണ്ടെങ്കിൽ അതിന് എടുക്കാൻ പറ്റില്ല. അടുത്തത്, വഴി വേണം. ഈ പ്ലോട്ടിലേക്ക് ആളിന് ചെല്ലാൻ വഴി വേണം. അത് വളരെ നിർബന്ധമാണ്. ഒരു 4 വീലർ എങ്കിലും പോകുന്ന ഒരു വഴി വേണം. അത് വളരെ നിർബന്ധമായ കണ്ടീഷനാണ്. കാരണം ബാങ്ക് ഈ വീട് പിടിച്ചെടുത്താൽ അത് വിൽക്കണമെങ്കിൽ വഴിയുണ്ടെങ്കിൽ മാത്രമേ അതിന് മാർക്കറ്റ് ഉണ്ടാവൂ, വിൽക്കാൻ ബാങ്കിന് കഴിയും. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ. അതുകൊണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടിയിൽ ഹൗസിംഗ് ലോൺ തരൂ. പിന്നെ ഇതിനൊരു പ്രായപരിധിയും വെച്ചിട്ടുണ്ട്. നോർമലി 60 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഹൗസിംഗ് ലോൺ കൊടുക്കുക. 60 വയസ്സ് കഴിഞ്ഞവർക്കും എടുക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. അതായത് ഇവരുടെ അവകാശിയായിട്ടുള്ള ലീഗൽ ഹെയർസ് ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ടി വരും.
ജോയിന്റ് ആപ്ലിക്കൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യും, ആ ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ 60 വയസ്സിന് മുമ്പുള്ള. അപ്പോൾ ഇത്രയും കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ ഹൗസിംഗ് ലോൺ ബാങ്കുകൾ. ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? പോകാലോ അടുത്തതിലേക്ക്. സാറേ, നമ്മളെ നിലവിൽ ഇപ്പൊ വീടുണ്ടെന്ന് വിചാരിച്ചു നമുക്ക്. ആ, അപ്പൊ അത് തറവാട് വീടാ. അതിപ്പം ഞാനിപ്പോ അത് പുതിയൊരു വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് ചില മോഡിഫിക്കേഷൻ വരുത്താൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് എനിക്ക് അതിന് വലിയ ഹൗസിംഗ് ലോൺ എന്നുള്ള ഒരു എനിക്ക് പിന്നെ ആവശ്യപ്പെടാൻ പറ്റുമോ? ഹൗസിംഗ് ലോൺ എടുക്കാമല്ലോ സാറേ. പക്ഷെ അതിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവോ? മോഡിഫിക്കേഷൻ ഉണ്ട്, ഉണ്ടല്ലേ? മോഡിഫിക്കേഷൻ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞല്ലോ, ഹൗസിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ്റ്റൻഷൻ, റിപ്പയർ, മെയിൻ്റനൻസ്, പർച്ചേസ്, ഇതിനെല്ലാം ഹൗസിംഗ് ലോൺ എടുക്കാം. റിനോവേഷൻ എടുക്കാം. റിനോവേഷൻ എന്ന് പറയാം അല്ലേ? ഇതെല്ലാം അതിനകത്ത് വരുന്ന. സാർ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എനിക്ക് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ എനിക്ക് ബാങ്കിൽ ലോൺ തന്നില്ല. അതിനൊറ്റ കണ്ടീഷൻ സാർ പറഞ്ഞ അവസാനത്തെയാണ്. എനിക്ക് 60 വയസ്സിൽ കൂടുതലായി. എനിക്ക് പക്ഷെ പെൻഷൻ ഉണ്ടല്ലോ, എനിക്ക് തിരിച്ചടവിനുള്ള പൈസയും ഉണ്ട്. അതുകൂടാതെ ഇനിയിപ്പോ ഞാൻ ലീഗൽ ഹെയർ വെക്കുകയാണെങ്കിൽ എന്റെ മോളാണ്, മോക്ക് ജോലിയൊന്നും ഇല്ല. ആ ജോലി ഇല്ലാത്ത ഒരാളെ ബാങ്കിൽ സമ്മതിക്കുവോ? പക്ഷെ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ലീഗൽ ഹെയർ വേണം, നിർബന്ധമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്റെ മോളടുത്ത ലീഗൽ ഹെയർ എന്റെ സാറിന് ആഡിക്വേറ്റ് ഇൻകം ഉണ്ടെങ്കിൽ ഇതില്ലാത്ത ലീഗൽ ഹെയർ ആയാലും പ്രശ്നമില്ല സാർ. ഓ ശരി ശരി. സാറിന് സഫീഷ്യന്റ് ഇൻകം ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ സമ്മതിക്കും, ഇൻകം ഇല്ല സമ്മതിക്കും. ഓക്കെ. അല്ല സാർ, അതിനൊരു ഡിസ്പ്യൂട്ട് ഉണ്ട് അതിൽ. സാർ പറഞ്ഞത് ഒരു ഡിസ്പ്യൂട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പെൻഷൻ നമുക്ക് അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റില്ല, ഇത്ര പെർസെന്റേജ്. അപ്പൊ അതായത് അഡക്കേറ്റ് എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ലീഗൽ ഹെയർസിനെ കൂടി ചേർക്കുന്നത്. ലീഗൽ ഹെയറിനെ ചേർക്കും. പെൻഷനെ ഒട്ടും പിടിക്കാൻ പാടില്ലെന്നില്ല സാറേ. പെൻഷന്റെ ഒരു മിനിമം അവരുടെ എസൻഷ്യൽ ലിവിങ്ങിനുള്ളത് കൊടുക്കണമെന്ന് മാത്രമേ കൊടുക്കണമുണ്ടല്ലോ. അതുകൊണ്ടാണ് തരാത്തത്. എസൻഷ്യൽ ലിവിങ്ങിന് കൊടുക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ തന്നെയും ഇൻകത്തിനകത്ത്, നമ്മുടെ ഇതിനകത്ത് ഇൻകത്തിനകത്ത് വരുന്നുണ്ട് സാറേ, അങ്ങനെ ഒരു ഫാക്ടർ വരുന്നുണ്ട്. ഇത്രയെങ്കിലും അവർക്ക് നെറ്റ് മിച്ചം ഉണ്ടാകണമെന്നൊരു കണ്ടീഷൻ അറിയാം. അത് നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ വരും. ഓക്കെ. അടുത്തത് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിങ്ങിനെ പറ്റി ക്ലാസ് എടുത്തിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ നിർബന്ധമായി ഇതിന് നോക്കുന്നതാണ്. ഈ ക്രെഡിറ്റ് റേറ്റിംഗിന്റെ ആ സ്കോറ് അത് ഓരോ ബാങ്കും ഓരോ രീതിയിലാണ് നിശ്ചയിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ സഫീഷ്യൻ്റായി ഇഷ്ടംമാതിരി ഫണ്ട് ഉണ്ടെങ്കിൽ അവർ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയ്ക്കും. അവർക്ക് ഫണ്ട് കുറവാണെങ്കിൽ അവർ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ കൂട്ടും. ആ സ്കോർ കൂട്ടും. അത് അവരുടെ ഡിമാൻഡ് അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ആൾക്കാർ ഡിമാൻഡ് എത്ര ചെയ്യുന്നുണ്ടോ, അവരുടെ ഫണ്ട് സോഴ്സ് എങ്ങനെയുണ്ടോ അതനുസരിച്ച് ആയിരിക്കും ഈ ക്രെഡിറ്റ് റേറ്റിംഗ് വരും. അത് ഓരോ ബാങ്കും ഓരോ രീതിയിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതനുസരിച്ച് ക്രെഡിറ്റ് റേറ്റിംഗ് വരും. മെയിനായിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കുന്നത് 4 കമ്പനികൾ മെയിനായിട്ട് ബാങ്കുകൾ നോക്കുന്നുണ്ട്. ഒന്ന് സിബിലുണ്ട്, പറഞ്ഞിട്ടുള്ള നേരത്തെ ക്രിഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നോക്കാം. അടുത്തത് ഇക്വിഫാക്സ്, എക്സ്പീരിയൻ. ഇത് കഴിഞ്ഞും വേറെ ഉണ്ട്, പക്ഷെ മെയിനായിട്ട് ബാങ്കുകൾ നോക്കുന്ന ഈ 4 എണ്ണമാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് സ്കോറുകൾ ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ സ്കോറ് നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹൗസ് ലോൺ കിട്ടുക. ഇനി അതിലും കുറഞ്ഞ സ്കോറാണെങ്കിൽ ഇതിൻ്റെ ഹയർ അതോറിറ്റിക്ക് സാങ്ഷൻ ചെയ്യാനുള്ള പവറുണ്ട്. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കണ്ടീഷൻ. ക്രെഡിറ്റ് റേറ്റിംഗ് എന്തായാലും നോക്കും, അത് വളരെ നിർബന്ധമായിട്ട് നോക്കും. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഇതിന് വേണ്ട ടൈറ്റിൽ ഡീൽസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ആധാരം വേണം. ഇതിനകത്ത് ആധാരം മാത്രം പോരാ, അതോടൊപ്പം വേണ്ട പല ഡോക്യുമെന്റുകളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഒന്നാമത്തത് നമ്മുടെ രജിസ്റ്റേർഡ് ലാൻഡ് ഡോക്യുമെന്റ്, അതായത് നമ്മുടെ ആധാരം, ഒറിജിനൽ ആധാരം. അതായത് നമ്മുടെ പേരിലുള്ള അല്ലെ നമ്മുടെ ക്ലോസ് റിലേറ്റീവിന്റെ പേരിലുള്ള ആധാരം. അടുത്തത് അത് മാത്രം പോരാ, അതിൻ്റെ മുന്നാധാരം വേണം. മുന്നാധാരം നിർബന്ധമായിട്ടും വേണ്ടതാണ്. മുന്നാധാരം വഴിയാണ് ഈ ആധാരം എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ വന്നത് എന്ന് ബാങ്ക് കണ്ടുപിടിക്കും. അപ്പോൾ അതിന് മുന്നാധാരം വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ മുന്നാധാരം എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ച വസ്തു മൊത്തമായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. ഒരാൾ 10 സെന്റ് ഉണ്ടായിരുന്നു, 10 സെന്റ് നമ്മൾ വാങ്ങിച്ചെങ്കിൽ അതിൻ്റെയും ഒറിജിനൽ വേണം. അല്ല, കുറേ ഉള്ള ഒരു പ്ലോട്ടിൽ നിന്ന് ഒരു പാർട്ടാണ് നമ്മൾ വാങ്ങിച്ചെങ്കിൽ അതിൻ്റെ കോപ്പി ആയാലും മതി. പക്ഷേ ഒറിജിനൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ബാങ്ക് കണ്ടിരിക്കണം.
അങ്ങനെ അത് സർട്ടിഫൈ ചെയ്യണമെന്നൊരു കണ്ടീഷനുണ്ട്. അതാണ് മുന്നാധാരം നിർബന്ധമായിട്ടും വേണം, പ്രയർ ഡോക്യുമെന്റ്സ്. പിന്നെ അടുത്തത് വേണ്ടതാണ് ആധാരത്തിന്റെ ടൈറ്റിൽ ഡീഡ്സും ഡോക്യുമെന്റും മാത്രം ഉണ്ടായാൽ പോരാ, വസ്തു നമ്മുടെ കൈവശത്തിലാണെന്നുള്ളത് ഉറപ്പാക്കിയിരിക്കണം. അതിന് ഉള്ള ഡോക്യുമെന്റ് ആണ് കൈവശ സർട്ടിഫിക്കറ്റ്. കൈവശ സർട്ടിഫിക്കറ്റ് വേണം. ഇതുകൂടാതെ ഈ വസ്തു സംബന്ധമായി നമുക്കൊരു കടബാധ്യതയില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സ് പെയ്ഡ് റെസിപ്റ്റ്, കരടച്ച രസീത് ഉണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് ബാധ്യതകളൊന്നും ഗവൺമെന്റിനൊന്നും കൊടുക്കാനില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതും കൂടിയാണ് ഇത്. തന്നെയല്ല, നമ്മുടെ കൈവശത്തിലായിട്ട് വസ്തു തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതിന് ഉറപ്പാക്കാനുമുള്ള ഒരു രേഖയാണ് നമ്മുടെ കരടച്ച രസീത്. അടുത്തത് ബാധ്യത സർട്ടിഫിക്കറ്റ്. ബാധ്യത സർട്ടിഫിക്കറ്റ് ഏറ്റവും കുറഞ്ഞ് 13 കൊല്ലത്തേക്കുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ്. അതിന്റെ കാരണത്തെ പറ്റി നമ്മൾ അന്ന് ബാങ്കിങ് ആക്ട് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, ലോ ഓഫ് ലിമിറ്റേഷൻ. ലോ ഓഫ് 12 കൊല്ലമാണ് മോർഗേജിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അതുകൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 13 കൊല്ലം എടുക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഗവൺമെന്റ് ഡീലിങ്സ് ഉണ്ടെങ്കിൽ അതിന് 30 കൊല്ലം ഉള്ളത് വേണ്ടി വരും. 25 അല്ല, 30 കൊല്ലം വേണം. അത് ഗവൺമെന്റ് ഇടപാടുള്ള എന്തെങ്കിലും കേസുകൾക്ക് മാത്രമേ 30 വേണ്ടി വരും, അല്ലാത്തതിന് 13 കൊല്ലത്തെ മാത്രം. കാരണം 12 കൊല്ലമാണ് ഒരു മോർഗേജിന്റെ ലിമിറ്റേഷൻ പീരീഡ്. അതുകൊണ്ടാണ് 13 കൊല്ലം എന്നുള്ള കണ്ടീഷൻ. ഓക്കെ. ഗവൺമെന്റ് ഇടപാട് എന്ന് പറഞ്ഞാൽ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റ് ഇടപാട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്റെ പ്രോപ്പർട്ടിയിൽ ഗവൺമെന്റിന് വേണ്ടി എന്തെങ്കിലും, ഞാൻ പറയാം, ഇപ്പൊ ഒരു കള്ളിഷാപ്പ് പിടിച്ച ഒരാള്, കള്ളിഷാപ്പ് പിടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് പലതും അവർ അടച്ചില്ല. ഓ, അങ്ങനെ. അങ്ങനെയുള്ള, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇവർക്ക് കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ലാൻഡ് ഡോക്യുമെന്റിന്റെ ഇത് മേടിക്കും. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ഇടപാട് ഗവൺമെന്റുമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പാക്കാൻ വേണ്ടി 30 കൊല്ലത്തെ വേണം. ഓക്കെ. അങ്ങനെയുള്ള ഗവൺമെന്റുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതിന്റെ ഇടപാട് റവന്യൂ സംബന്ധമായിട്ടുള്ള. ഓക്കെ. പിന്നെ നമ്മുടെ തണ്ടപ്പേര് രജിസ്റ്റർ. തണ്ടപ്പേരാണ് നമ്മുടെ വസ്തു പോക്കു വരവ് വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ തക്കൊന്നും ഉള്ള റവന്യൂ റെക്കോർഡായിട്ട് എടുക്കുന്നതാണ് തണ്ടപ്പേർ. ആ തണ്ടപ്പേർ രജിസ്റ്ററിന്റെ കോപ്പി. ഇത്രയും സംഗതികൾ മെയിൻ ആയിട്ടുണ്ടാകണം. ഇതാണ് ടൈറ്റിൽ ഡീഡ് സംബന്ധമായിട്ടുണ്ടാകുക. ഇത് കൂടാതെ പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബാങ്കുകളിൽ ചോദിക്കുന്ന ഒരു അപേക്ഷയുണ്ടാവും, ആപ്ലിക്കേഷൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ KYC ആയിട്ടുള്ള ആധാർ, പാൻ കാർഡ്, ഇങ്ങനെയുള്ള രേഖകളും എല്ലാം ബാങ്കിൽ കൊടുക്കേണ്ടത്. ഇതാണ് ടൈറ്റിൽ ഡീഡ് സംബന്ധമായിട്ടുള്ള നമ്മൾ കൊടുക്കേണ്ട രേഖ. ഈ രേഖകൾ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ പ്രയർ ഡീഡ് പല വലിയ പ്രോപ്പർട്ടിയുടെ ഒരു പാർട്ട് മാത്രമാണെങ്കിൽ പ്രയർ ഡോക്യുമെന്റ്സിന്റെ കോപ്പി ആയാലും മതി, പക്ഷെ ഒറിജിനൽ ബാങ്ക് കാണണം. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു വരുമാനം ഉണ്ടാകണം എന്ന് നിർബന്ധമുണ്ട്. അത് നമുക്ക് പ്രൂഫുള്ള വരുമാനവും വേണം. അതിന് വരുമാനം വേണ്ട എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വരേണ്ടത് നമുക്ക് നോക്കുന്ന. ഒന്ന്, സാലറീഡ് ആണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. സാലറി സർട്ടിഫിക്കറ്റ് 1 മാസത്തെ അല്ല, 6 മാസത്തെ സാലറി ഉണ്ടാകണം. 6 മാസത്തെ സാലറിയുടെ സർട്ടിഫിക്കറ്റ്. അത് ഇവരുടെ സാലറിയിൽ എന്ത് വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട് 6 മാസത്തെ സാലറി സർട്ടിഫിക്കറ്റ് നോക്കാറുണ്ട്. അതുപോലെ തന്നെ സാലറീഡ് അല്ലാത്ത ആളാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിന്റെ കോപ്പി. അത് 1 കൊല്ലമല്ല, മിനിമം 3 കൊല്ലത്തെ വേണം. ഇത് പലപ്പോഴും ഇത് ഒരു പ്രശ്നം വരുന്ന ഒന്നാണ്. പലരും ഇതുപോലുള്ള ഹൗസിംഗ് ലോൺ പോലുള്ള എന്തെങ്കിലും എടുക്കാൻ വേണ്ടി 1 കൊല്ലം പോയി റിട്ടേൺ ഫയൽ ചെയ്യും, എന്നിട്ട് അതുമായിട്ട് ചെല്ലും. പക്ഷെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കുകയില്ല. അത് ബാങ്കിനെ പറ്റിക്കാനുള്ളതാണ്. അത് ബാങ്കിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് മിനിമം 3 years ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുക. അതിൻ്റെ കോപ്പി ആവശ്യമുണ്ട്. ഇനി ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത ഒരു ബിസിനസ്സുകാരൻ പോലെയുള്ള ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പകരമായിട്ട് അവൻ്റെ വരുമാനം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് അത് ഓഡിറ്റഡ് ആയിരിക്കും. ഓഡിറ്റഡ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ 3 years അത് കൊടുത്താലും മതി.
ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളാണ്. അത് വെച്ചും ബാങ്കുകൾ അവൻ്റെ ഇൻകം അസസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് വില്ലേജ് ഓഫീസിന്റെ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിന്റെ ഒരു റവന്യൂ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ആയാലും മതി. പക്ഷെ അത് കുറഞ്ഞ വായ്പകൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. വലിയ വായ്പകൾക്കൊന്നും ഇങ്ങനെയുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്കുകൾ സ്വീകരിക്കുകയില്ല. കൂടിയാൽ 5 അല്ലെ 6 അല്ലെ 7 അത്രയും ലക്ഷത്തിന് ഉള്ള മാത്രമേ ഇങ്ങനെയുള്ള വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ബാങ്ക് സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്തതിനെല്ലാം ഈ മുമ്പ് പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി അത്യന്താപേക്ഷിതം. ഇത് വെച്ചാണ് ഇവർക്ക് എന്ത് ഇൻകം കപ്പാസിറ്റി ഉണ്ടെന്ന് ബാങ്കുകൾ അസസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇൻകം പ്രൂഫിനെ പറ്റി. ഇനി നമ്മൾ വീട് പണിയാൻ പോവുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇതോടൊപ്പം കൊടുക്കേണ്ട ഒരു രേഖ, നമ്മുടെ വീട് പണിക്ക് നമ്മൾ പ്രധാനപ്പെട്ട എന്തൊക്കെ രേഖയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വീട് പണിയാകുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് എന്തുണ്ടാവും? നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. നമുക്കൊരു പ്ലാനും ഒരു എസ്റ്റിമേറ്റും ഉണ്ടാവും. ഈ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് ഒരു ക്വാളിഫൈഡ് എഞ്ചിനീയറുടെ ആയിരിക്കണം. അത് നിർബന്ധമാണ്. ഒരു ക്വാളിഫൈഡ് എഞ്ചിനീയർ കൊടുക്കുന്ന ഒരു പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. പിന്നെ ഈ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ്. ഇത് നമ്മുടെ ലോക്കൽ ബോഡിയിൽ, അതായത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, അവിടെ കൊടുത്ത് അവരുടെ അപ്രൂവൽ വാങ്ങിക്കണം. ഇനി അപ്രൂവൽ ഒന്നും കൊടുക്കാത്ത ഒരു പഞ്ചായത്താണെങ്കിൽ അവരുടെ NOC ഉണ്ടാകും. ഇത് രണ്ടും നിർബന്ധം. ഇത് രണ്ടും വെച്ചാണ് വീട് ഏത് രീതിയിലുള്ള വീട് ഇയാൾ ഉണ്ടാക്കുന്നു എന്നും അതിന് വേണ്ടപ്പെട്ടവരുടെ അംഗീകാരം ഉണ്ട് എന്നും ബാങ്കുകൾ ഉറപ്പാക്കുന്നതിനുള്ള രേഖകളാണ് ഇത്. ഓക്കെ, ഇനി ഒരു ഭവനത്തിനും 100% വായ്പ തരികയില്ല. അതിന് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. നമ്മുടെ കോൺട്രിബ്യൂഷനെ മാർജിനോ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും. ആ കോൺട്രിബ്യൂഷൻ തുകയ്ക്കനുസരിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് വ്യത്യാസം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ഓരോ ബാങ്കുകളിൽ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം കേട്ടോ. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് 30 lakhs വരെയാണ് 10%. ഇത് ഒരു ബാങ്കിന് ഇങ്ങനെയാണ്, മറ്റൊരു ബാങ്ക് ചിലപ്പം അതിന് പകരം 20 lakhs അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. പക്ഷെ ഇങ്ങനെ ഒരു ജനറൽ ഇതുണ്ട്. അപ്പോൾ അപ് ടു 30 lakhs 10%. 30 lakhs to 75 lakhs ആകുമ്പോൾ 20%. എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്റ്റിമേറ്റിന്റെ 20% നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകണം. ബാക്കി 80 ബാങ്ക് വായ്പ തരും. മറ്റേ 30 വരെ ആണെങ്കിൽ 10% നമ്മുടെ കോൺട്രിബ്യൂഷൻ, 90% ബാങ്ക് വായ്പ. ഇനി 75-ന് മുകളിലാണെങ്കിൽ 25% ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. വായ്പ 75%. ഇത് പുതിയ വീടിനെ സംബന്ധിച്ചു. ഇനി പഴയ വീട് റിപ്പയറും ഒക്കെ ആണെങ്കിൽ, അത് 10 കൊല്ലം കഴിഞ്ഞ വീടാണെങ്കിൽ അതിനും 25% നിർബന്ധമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചാണ് നമുക്ക് തരുന്നത്. ഇതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് കണ്ടീഷൻ. അതായത് നമ്മളുടെ തുക എത്രയാണോ വരുന്നത് ആ തുക നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അത്രയും സ്റ്റേജ് ആകണം ഈ വീട് എന്നുള്ളൊരു കണ്ടീഷനും. ആ കണ്ടീഷൻ ഉണ്ടെങ്കിലും ബാങ്കുകൾ പലരും അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാറില്ല. ചിലർ അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് കിട്ടിയാലും മതിയെന്ന് പറയുന്നവരുണ്ട്. എന്നാലും ആദ്യം തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓൺ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ച് പറയാൻ. ഇനി അടുത്തത്, ഇനി ഈ ഡോക്യുമെന്റുകളെല്ലാം വന്നാൽ നമ്മുടെ ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് നടക്കണം നമുക്ക് ബാങ്കിൽ. ഓക്കെ, നമ്മൾ ടൈറ്റിൽ ഡീഡ്സും ഡോക്യുമെന്റും എല്ലാം കൊടുത്തു. ഈ ടൈറ്റിൽ ഡീഡ്സും ഇതെല്ലാം നോക്കാനുള്ള അറിവും നിയമപരമായ കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാവില്ല. അതിന് അവരെല്ലാവരും അഡ്വക്കേറ്റ്സിനെ വെച്ചിട്ടുണ്ട്. അവരുടെ പേരാണ് പാനൽ അഡ്വക്കേറ്റ്സ്. അതിനുവേണ്ടി ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാനലിലുള്ള അഡ്വക്കേറ്റ്സിനെ ഇത് ഏൽപ്പിക്കും. ഈ ഡോക്യുമെന്റുകളെല്ലാം അവര് ഇതെല്ലാം നോക്കും. നോക്കിയിട്ട് അവരതിനൊരു റിപ്പോർട്ട് കൊടുക്കും.
അത് ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് എന്ന് പറയും, LSR. ആ ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് ബാങ്കിന് കൊണ്ടുപോകും. ഈ ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ടാണ് ബാങ്കിലുള്ള സാങ്ഷൻ ചെയ്യുന്ന ആളുകൾ വായിച്ചത്. അത് വായിച്ചിട്ട് അവരത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിത് വായിച്ചു, അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത് തൃപ്തിയാണ് എന്ന് ഉള്ള അതിൻ്റെ ഉറപ്പാണ് അത് അപ്രൂവ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച് അതിനെ അപ്രൂവ് ചെയ്തെടുക്കാം. ഓക്കെ. ഇനി ഇതോടൊപ്പം വേണ്ടത്, നമ്മൾ ആദ്യം പറഞ്ഞു ഇൻകം പ്രൂഫ് വേണമെന്ന്. അതിനകത്ത് ഇൻകം പ്രൂഫ് കിട്ടാനായിട്ട് ആ ഇൻകം വെച്ചിട്ടും കൂടെയാണ് ഇവർക്ക് എത്ര വായ്പ കൊടുക്കാവുന്നത്. അത് ഇൻകത്തിൻ്റെ ആനുവൽ ഇൻകത്തിൻ്റെ 6 ഇരട്ടി വരെ നമ്മുടെ റെസിഡൻറ്റിന് ലോൺ കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു NREക്ക് ആണെങ്കിൽ, നോൺ റെസിഡൻറ്റിനാണെങ്കിൽ 4 ടൈംസ് വരെ വായ്പ കൊടുക്കാം. അപ്പം ഈ ഇൻകം വെച്ചിട്ട് എത്രയുണ്ട് എന്ന് നോക്കും. എത്ര ഇൻകം ഉണ്ടെങ്കിലും അതിനകത്ത് നമ്മുടെ ലോണിൻ്റെ തിരിച്ചടവും ഇയാൾക്ക് മറ്റു വായ്പകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടവും എല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ ചെലവിന് വേണ്ടിയിട്ട് മിനിമം 10,000 രൂപ നെറ്റ് ടേക്ക് ഹോമായിട്ട് അയാളിൽ ഉണ്ടാകണം. അതായത് ഈ ഹൗസിംഗ് ലോണിൻ്റെ തിരിച്ചടവും കൂടെ കഴിഞ്ഞാലും 10,000 രൂപയെങ്കിലും അയാൾക്ക് മിച്ചം ഉണ്ടാകണം. അതൊരു കണ്ടീഷൻ. 10,000 രൂപ മിച്ചമില്ലെങ്കിൽ അതിനനുസരിച്ച് ലോണിൻ്റെ തുക കുറയ്ക്കും. എന്നിട്ട് അവസാനം 10,000 രൂപ മിനിമം നെറ്റ് ടേക്ക് ഹോം ഇൻകത്തിൽ എത്തിക്കണം. അത് നിർബന്ധമാണ്. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കണം, അതിനു വേണ്ട തുക ആ ആളിനുണ്ടാകണം. അതാണ് നെറ്റ് ടേക്ക് ഹോം ഇൻകം. അത് 10,000 എങ്കിലും ഉണ്ടാകണം. തോമസ് സാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആരാണ് ചോദിച്ചോളൂ. തോമസ് മാത്യു സാർ. തോമസ് മാത്യു സാർ, എന്താണ് ഡൗട്ട്? ചോദിച്ചു. ഓക്കെ, ചോദിച്ചോളൂ. പിന്നെ ചോദിച്ചോളൂ സാർ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പം ഇത് വെച്ചാണ് ഈ നമ്മുടെ അപ്രൂവ് ചെയ്ത പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റും അതിൽ നിന്നും നമ്മുടെ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ കുറച്ചിട്ടുള്ള തുകയും അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ബേസിലുള്ള തുകയും നോക്കിയിട്ട് ആണ് ഈ ലോണിൻ്റെ എമൗണ്ട് ബാങ്കുകൾ നിശ്ചയിക്കുന്നത്. അതെങ്ങനെ നിശ്ചയിക്കുമെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നിന്ന് നോക്കാം. ഓക്കെ. അതിനകത്ത് ലോൺ എമൗണ്ട് എത്രയാ വരും? അതായത് ലോവസ്റ്റ് ഓഫ് ദ 6 ടൈംസ് ആനുവൽ ഇൻകം, 6 ഇരട്ടി ഉള്ള നമ്മുടെ വാർഷിക വരുമാനം. ഇപ്പം ഒരു ലക്ഷം ശമ്പളമുള്ള ആളാണെന്ന് വിചാരിച്ചു. 1 ലക്ഷം ശമ്പളമുള്ള ആളാണെങ്കിൽ ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം. അപ്പൊ അവനെ സംബന്ധിച്ച് ഒരു കൊല്ലം 12 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ഈ 12 ലക്ഷത്തിന്റെ 6 ടൈംസ് എന്ന് പറഞ്ഞാൽ 72 ലക്ഷം വരെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൻകം ബേസ് ആയിട്ടുള്ള ലോൺ കൊടുക്കാം. പക്ഷേ ഇതിന്റെ എസ്റ്റിമേറ്റ് എത്രയാണെന്ന്, എസ്റ്റിമേറ്റ് ഇപ്പൊ 60 ലക്ഷമാണെന്ന് വിചാരിച്ചു. 60 ലക്ഷമാണെങ്കിൽ അതിൽ നിന്ന് 20% കുറയ്ക്കുമ്പോൾ എത്ര വരും? 6 12 കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് കിട്ടുന്ന 48. 72 വരെ ഇൻകം വെച്ച് കിട്ടാം, പക്ഷെ എസ്റ്റിമേറ്റ് പ്രകാരം അവർക്ക് കിട്ടുന്നത് 48 കിട്ടും. ഓർ എമൗണ്ട് റിക്വസ്റ്റഡ് ബൈ ദ പാർട്ടി. ഇനി പാർട്ടി ചോദിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു, അയാൾക്ക് 30 മതിയെങ്കിൽ ആ 30. അപ്പൊ ഇതാണ്, ഒന്നുമില്ലെങ്കിൽ അവന്റെ 6 ടൈംസ് ഇൻകം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് മൈനസ് ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ ഓർ എമൗണ്ട് റിക്വസ്റ്റഡ് ബൈ ദ പാർട്ടി. ഇതിൽ ഏറ്റവും കുറഞ്ഞ തുക എത്രയാണോ അത്രയാണ് ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ക്ലിയർ ആയോ? ഓക്കെ സാർ. ഓക്കെ. സാങ്ഷൻ ഇതിൽ ഏറ്റവും കുറഞ്ഞ തുക ഏതാണോ അതാണ് സാങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിനകത്ത് തന്നെ തുക കാണിക്കുമ്പോൾ 10,000 രൂപ അയാൾക്ക് നെറ്റ് ടേക്ക് ഹോം ഇല്ലെങ്കിൽ അത് വെച്ച് അത്രയും തുക കുറയ്ക്കും. എങ്ങനെ ആണേലും 10,000 രൂപ അങ്ങേർക്ക് നെറ്റ് ടേക്ക് ഹോം ഉണ്ടാകണം ഇതിന്റെ റീപേയ്മെന്റും കഴിയും. അത് വളരെ നിർബന്ധമായ ഒരു കണ്ടീഷൻ. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന നോൺ റെസിഡന്റ് ആയിട്ടുള്ള അതിൻ്റെ അകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്.
നോൺ റെസിഡന്റ് ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ച് നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കണം, കാരണം 8 മണിക്ക് വേറെ പ്രോഗ്രാമുള്ള. നോൺ റെസിഡന്റ് ആകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് 3 ഇയർ NRE സ്റ്റാറ്റസ് ഉണ്ടാകും. NRE ആയിട്ടുള്ള സ്റ്റാറ്റസ് 3 കൊല്ലമായിട്ട് വെളിയിലായിരിക്കണം എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ദാറ്റ് ഈസ് NRI സ്റ്റാറ്റസ്. അത് നിർബന്ധമായിട്ടുണ്ടാകണം. 3 ഇയേഴ്സ് NRE സ്റ്റാറ്റസ് ഉണ്ടാകണം. പിന്നെ ഇങ്ങേര് വെളിയിൽ 2 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്നുള്ള വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ജോബ് കോൺട്രാക്ട് ഉണ്ടാകണം. അത് വളരെ നിർബന്ധമാണ് NRE ഹൗസിങ്ങിനെ. മിനിമം 2 കൊല്ലം ഉണ്ടാകണം, 3 കൊല്ലത്തെ NRE സ്റ്റാറ്റസ്. പിന്നെ ഈ NREയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ക്ലോസ് റിലേറ്റീവ്സ് ഇതിന്റെ ജോയിന്റ് ആപ്ലിക്കൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. NREയെ സംബന്ധിച്ചിടത്തോളം ആകെ ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ഒരേ ഒരു ലോണാണ് ഈ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത്. പക്ഷെ അന്നേരവും ഒരു റെസിഡന്റ് അതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. ഇവരെ NREയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആനുവൽ ഇൻകത്തിന്റെ 4 ടൈംസേ ഉള്ളൂ അവർക്ക് കിട്ടുകയുള്ളൂ. റെസിഡന്റ് ആണ് 6 ടൈംസ് കിട്ടും. NREയെ സംബന്ധിച്ചിടത്തോളം 4 ടൈംസേ കിട്ടുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം 65 വയസ്സ് വരെ ഉള്ള ആ പീരീഡിനകത്തുള്ള ഒരു റീപേയ്മെന്റ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. NREയെ സംബന്ധിച്ച് 30 ഇയേഴ്സ് ആകാം, അല്ലെങ്കിൽ 65 ഇയേഴ്സ്, ആ ഒരു കണ്ടീഷനുണ്ട്. റെസിഡന്റ് ആണെങ്കിൽ അത് 75 ഇയേഴ്സ് വരെയാണ്. NREയെ സംബന്ധിച്ചിടത്തോളം 65 ഇയേഴ്സ് മാത്രമേ ഉള്ളൂ ആ കണ്ടീഷൻ. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം NRO അക്കൗണ്ട് ഉണ്ടാകണം. നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് നിർബന്ധമായിട്ടും ഉണ്ടാകണം. അതുകൂടാതെ ഇവിടെ ഈ വായ്പ എടുക്കാൻ തക്കവണ്ണം ഇവിടെ ഒരു റെസിഡന്റിനെ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ ബാങ്കിന്റെ രേഖകളിലെല്ലാം ഒന്ന് ഒപ്പിടാൻ തക്കവണ്ണം ഏതെങ്കിലും റെസിഡന്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പവർ ഓഫ് അറ്റോർണി കൊടുത്തിരിക്കും. ഇത്രയും കണ്ടീഷൻ NRE ഹൗസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്രയും മീറ്റ് ചെയ്യുന്നവർക്കാണ് NRE ഹൗസിംഗ് കൊടുക്കുക. ഓക്കെ. ഇനി ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞതാണ്. ഇപ്പൊ ഏതാണ്ട് 6.5 മുതൽ 8% റേറ്റേ ഉള്ളൂ ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ചിടത്തോളം. അത്രയും ഏറ്റവും പലിശ കുറഞ്ഞിട്ടുള്ള ഒരു വായ്പയാണിത്. ഇത് ഓരോ ബാങ്ക് ടു ബാങ്കിന്റെ വ്യത്യാസം വരും കേട്ടോ. അത് തമ്മിൽ ഞാൻ ഒരു ജനറൽ ഇതായിട്ടാണ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഈ വായ്പയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് റേറ്റിംഗ് അനുസരിച്ച് വായ്പ കൂടുകയും കുറയുകയും ചെയ്യും. വായ്പയുടെ പലിശ കൂടുകയും കുറയുകയും ചെയ്യും. ഏറ്റവും നല്ല സ്കോറിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പലിശ കുറവായിരിക്കും. അതിൽ കുറഞ്ഞ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഇച്ചിരിയോടെ കൂടിയ പലിശയായിരിക്കും. അതിലും കുറഞ്ഞ ഒരാളാണെങ്കിൽ അതിലും കൂടിയ പലിശ. അപ്പൊ ക്രെഡിറ്റ് റേറ്റിംഗ് അനുസരിച്ച് ഇവരുടെ പലിശ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അടുത്ത് ഇതിനു വേണ്ട സെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ സെക്യൂരിറ്റി നമ്മൾ തരുന്ന വസ്തുവിനെ നമ്മൾ പണയം വെക്കണം. അതായത് മോർഗേജ് ചെയ്യണം. ഇക്വിറ്റബിൾ മോർഗേജ്, അത് പണയം വെക്കണം എന്നുള്ള കണ്ടീഷൻ കൊണ്ട് ഇക്വിറ്റബിൾ മോർഗേജ് ചെയ്യണം. അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് പ്രകാരം തന്നെ നമ്മൾ കോൺട്രാക്റ്റിനെ പറ്റി പറഞ്ഞതാണ്, ഒരു ഹൗസിംഗ് ലോൺ എഗ്രിമെന്റ് ജോയിൻ ചെയ്യണം. ഇതിനകത്തൊരു ജോയിൻ ബോറോവർ ഉണ്ടാകണം. ഇവിടെ ആരോ ചോദിച്ചിരുന്നു, ഏതെങ്കിലും ഒരാളെ ഒരു ജോയിൻ ബോറോവറായിട്ട് എടുക്കണം. ആ ജോയിൻ ബോറോവറും കൂടി ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ട് ഇത് ചെയ്യണം. പക്ഷേ ഇക്വിറ്റബിൾ മോർഗേജ് ചെയ്യേണ്ടത് ആരുടെ പേരിലാണോ വസ്തു അവരാണ് മോർഗേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എഗ്രിമെന്റിൽ ഈ ആപ്ലിക്കന്റും ജോയിന്റ് ആപ്ലിക്കന്റും ഉണ്ടാകണം. ഇതുകൂടാതെ ഏതെങ്കിലും ഗ്യാരണ്ടറെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടറും ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ടി വരും. ഈ ഗ്യാരണ്ടറെ പൊതുവായിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഒരാളുടെ വസ്തു അതിനകത്ത് അയക്ക് കൊടുത്ത വസ്തുവിനകത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അപ്പന് ജീവനാംശം കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പനെയും ജോയിൻ ഗ്യാരണ്ടർ ആക്കേണ്ടി വരും. അങ്ങനെയുള്ള ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ ആ ഗ്യാരണ്ടറും ഈ എഗ്രിമെന്റിൽ ജോയിൻ ചെയ്യും. ഗ്യാരണ്ടി എഗ്രിമെന്റ് ഒപ്പിടേണ്ടി വരും. അപ്പൊ അമ്മയ്ക്ക് ജീവനാംശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ ഇതിനകത്ത് ജോയിൻ ചെയ്യും. ഓക്കെ, ആസ് എ ഗ്യാരണ്ടർ. ഇനി ഇതിനകത്ത് സാങ്ഷൻ ചെയ്യേണ്ട ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഓരോ മാനേജർക്ക് അതിൻ്റെ ഹയർ അതോറിറ്റിക്ക് എല്ലാം ഓരോ തുക, എത്ര തുക കൊടുക്കാവുന്ന ഒരു സാങ്ഷനിങ് പവർ കൊടുത്തിട്ടുണ്ട്. അതും പ്രകാരം അവരാണ് സാങ്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ മിക്കവാറും ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ച് മാനേജർമാർക്ക് പവർ ഇല്ല. അവർ ഇതിന്റെ ഹൗസിംഗ് ലോണിന് പ്രോസസ്സിങ് സെല്ലുകളുണ്ട്, അങ്ങോട്ട് വിട്ട് അവിടെയാണ് അതിന്റെ സാങ്ഷൻ ചെയ്യുന്നത്. അവരിത് സാങ്ഷൻ ചെയ്യണം. ജനറലി പറയുന്ന മാനേജേഴ്സിന് 30 ലക്ഷം വരെ സാങ്ഷൻ ചെയ്യാം. 60 വയസ്സ് വരെ അവർക്ക് സാങ്ഷൻ ചെയ്യാൻ പവറുള്ളൂ. 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 30 ലക്ഷത്തിൽ കൂടുതലാണെങ്കിലും അതിന്റെ അടുത്ത അതോറിറ്റിക്ക് കൊടുക്കണം, ഹയർ അതോറിറ്റിക്ക്. അവരത് സാങ്ഷൻ ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ സാങ്ഷനിങ് ഉണ്ടാകുന്നത്. അവരുടെ സാങ്ഷൻ കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് ഹൗസിംഗ് ലോൺ തരാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്തത്
ഇത് 60 വയസ്സ് മാനേജർ പറഞ്ഞു നെക്സ്റ്റ് ഹയർ അതോറിറ്റിക്ക് 70 വയസ്സ് വരെ കൊടുക്കാം. 70-ൽ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഏറ്റവും ടോപ്പിൽ പോകേണ്ടി വരും. അതിൽ കഴിഞ്ഞേ ഉള്ളൂ. കാരണം 70-ൽ കൂടുതൽ മിക്കവാറും കൊടുക്കുകയില്ല. 75 സാറിന് റീപേയ്മെന്റിനുള്ളത്. പക്ഷേ സ്പെഷ്യൽ കേസ് 80 വയസ്സ് വരെ കൊടുക്കാം. അതിന് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഹയർ അതോറിറ്റിക്ക് മാത്രമേ അതിന് പവറുള്ളൂ. ഇനി അടുത്ത ലോൺ എങ്ങനെയാണ് നമുക്ക് തരുന്നത്? ലോൺ തരുന്നത് മിനിമം നമ്മളതിന് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 4 സ്റ്റേജ് ആയിട്ടാണ്. ഏറ്റവും മിനിമം ഏറ്റവും കുറഞ്ഞത് 4 സ്റ്റേജെങ്കിലും ഉണ്ടാകണം. ഈ 4 സ്റ്റേജ് തന്നു കഴിയുമ്പോൾ ഈ വീട് കംപ്ലീറ്റ് ആക്കിയിരിക്കും. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ബൈ എ ക്വാളിഫൈഡ് എഞ്ചിനീയർ തരണം. ഈ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. ഇത്ര ലെവൽ പണിയായി, അടുത്ത ഇത്ര ലെവൽ പണിയായി, അടുത്ത ഇത്ര ലെവൽ പണിയായി, അടുത്തത് വീട് കംപ്ലീറ്റ് ആക്കി എന്നുള്ള ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അതിനനുസരിച്ച് തുക സാങ്ഷൻ ചെയ്യൂ. ഇനി നമ്മുടെ മുമ്പ് പറഞ്ഞ നമ്മൾ ഡയറക്റ്റ് ഔട്ട്റൈറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇതിൻ്റെ തുക കൊടുക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ആധാരം വാങ്ങിച്ചത് അവരുടെ പേരിലാണ്. നമ്മുടെ ഓണേഴ്സ് കോൺട്രിബ്യൂഷനും ലോണും കൂടെ ഉള്ള തുക കൂട്ടി ആ സെല്ലർക്ക് വേണ്ടിയിട്ട് നമ്മൾ തുക കൊടുക്കും. ആ സെല്ലറുടെ പേരിൽ ഈ തുക അയച്ചു കൊടുക്കും. എന്നിട്ട് ആ സെല്ലറുടെ കയ്യിൽ നിന്നും ഉള്ള ആധാരം വാങ്ങിക്കുന്നത് ബോറോർ അല്ല, ബാങ്ക് മാനേജറോ അദ്ദേഹം ഏൽപ്പിക്കുന്ന ആളോ പോയി രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഇതിൻ്റെ ആധാരം വാങ്ങിച്ചു. ആ ആധാരം കൊണ്ടെന്നാണ് ഇവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന് ഓതറൈസേഷൻ ഈ ആപ്ലിക്കന്റ് അല്ലെങ്കിൽ ഈ ബോറോവർ മാനേജർക്ക് ഈ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഈ ആധാരം വാങ്ങിക്കാനുള്ള ഒരു ഓതറൈസേഷൻ കൊടുത്തിരിക്കണം. ആ ഓതറൈസേഷൻ വെച്ചാണ് മാനേജർ പോയി അല്ലെങ്കിൽ അദ്ദേഹം അയക്കുന്ന ആൾ പോയി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഈ ആധാരം വാങ്ങിക്കുന്നത്. ഒരിക്കലും ഈ ബോറോവർക്ക് ആ ആധാരം മേടിക്കാനുള്ള അധികാരം ഉണ്ടാകില്ല. അത് ഇവര് പോയി മേടിച്ചുകൊണ്ട് വന്ന് അതാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് മോർഗേജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ബാങ്കിന്റെ തിരിച്ചടവ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന്. ഈ ഹൗസിംഗ് ലോണിന്റെ തിരിച്ചടവ് നമ്മൾ പറഞ്ഞു മാക്സിമം പീരീഡ് വരുന്ന 30 ഇയേഴ്സ് വരെ കൊടുക്കാം. 30 ഇയേഴ്സ് എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കഴിയാവുന്ന മാക്സിമം എടുക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലത്. കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പൈസ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചടയ്ക്കാം. ചില ബാങ്കുകളൊക്കെ ഹൈടെക് ബാങ്ക് പോലുള്ളവർ അതിന് പ്രീപേയ്മെന്റ് പെനാൽറ്റി എടുക്കുന്നുണ്ട്. മറ്റ് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളൊന്നും അങ്ങനെ പ്രീപേയ്മെന്റ് പെനാൽറ്റി എടുക്കുന്നില്ല. മാക്സിമം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ചടവ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയാവുന്ന മാക്സിമം പീരീഡ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, പക്ഷേ മാക്സിമം പീരീഡ് ഏറ്റവും കൂടുതൽ കൊടുക്കാവുന്ന 75 ഇയേഴ്സ്. അപ്പോൾ 60 വയസ്സുള്ള ഒരാളെ എടുത്തെങ്കിൽ അവർക്ക് 30 ഇയേഴ്സ് കിട്ടുകയില്ല. അവർക്ക് കിട്ടുന്ന 60ഉം 75 വരെ എത്രയാണ്? 15 കൊല്ലേ കിട്ടും. അതുകൂടെ നോക്കണം, ഏത് പ്രായത്തിൽ നമ്മൾ എടുത്തു എന്ന് നോക്കണം. ആ പ്രായവും 75 ആയിട്ടുള്ള ഡിഫറൻസ് പീരീഡ് മാത്രമേ നമുക്ക് വായ്പയ്ക്ക് തിരിച്ചടവ് കിട്ടുകയുള്ളൂ. ഇനി ഇത്രയും പീരീഡ് ഉണ്ട്, പാർട്ടി പറയുക എനിക്ക് അത്രയും വേണ്ട, ഇനി ഞാൻ 20 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചോളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ, 20 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കും. പക്ഷെ എപ്പോഴും പരമാവധി പീരീഡ് എടുക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം നമ്മൾ തിരിച്ചടവ് തുക കുറഞ്ഞു വരും. നമ്മുടെ കാശ് സഫീഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടി അടയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും കഴിയാവുന്ന മാക്സിമം പീരീഡ് എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി റീപേയ്മെന്റ് ഹോളിഡേ ഉണ്ട്. റീപേയ്മെന്റ് ഹോളിഡേ നമ്മൾ ഔട്ട്റൈറ്റ് പർച്ചേസ് ആണ്, നമ്മൾ വസ്തു മേടിക്കുക ചെയ്തെങ്കിൽ അതിന് 2 മാസത്തെ റീപേയ്മെന്റ് ഹോളിഡേ ഉണ്ട്. 3-ാം മാസം മുതൽ നമ്മളത് തിരിച്ചടയ്ക്കണം, തിരിച്ചടവ് തുടങ്ങണം. നേരെ മറിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വീട് പൂർത്തിയാകാൻ വേണ്ടി 24 മാസം വരെ നമുക്ക് സമയമുണ്ട്. 24 മാസം നമ്മൾ തിരിച്ചടയ്ക്കണ്ട, 24 മാസം കൊണ്ട് ഈ വീട് പൂർത്തിയാക്കിയിരിക്കണം. അത് കഴിഞ്ഞാൽ 25-ാമത്തെ മാസം മുതൽ നമ്മൾ തിരിച്ചടവ് തുടങ്ങണം. അതാണ് ഇതിൻ്റെ തിരിച്ചടയ്ക്കാൻ കണ്ടീഷൻ. ഇനി മറ്റുള്ള ചില കണ്ടീഷൻ നമുക്ക് നോക്കാം. അതർ കണ്ടീഷൻ, ഇതിന് ഈ ആധാരം നമ്മൾ ബാങ്കിൽ മോർഗേജ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ പണയം വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലോൺ എഗ്രിമെന്റ് എന്താണോ കിട്ടുന്നത് അതിന് 1 ദിവസം മുമ്പ് ഈ ഇക്വിറ്റി മോർഗേജ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. എന്നാലേ അതിൻ്റെ ലീഗൽ ഇത് കംപ്ലീറ്റ് ആവും. 1 ദിവസം മുമ്പെങ്കിലും പോയി നമ്മൾ ഈ പണയം വെക്കണം. പിന്നെ ഇതിന് പ്രോസസ്സിങ് ചാർജ് ഉണ്ടാവും. ആ ചില പീരീഡിൽ ചില കാലങ്ങളിൽ ബാങ്കുകൾ പ്രോസസ്സിങ് ചാർജ് വേവ് ചെയ്യും. അവർക്ക് പ്രോസസ്സിങ് ചാർജ് ഉണ്ടാകില്ല. അല്ലാത്ത എല്ലാവർക്കും ഇതിൻ്റെ പ്രോസസ്സിങ് ചാർജ് കൊടുക്കേണ്ടി വരും. പിന്നെ
നമ്മുടെ വീട് നിർബന്ധമായിട്ട് ഇൻഷുർ ചെയ്യണം. ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടി വരും. പിന്നെ നമ്മൾ ലീഗൽ സ്കൂട്ടിനി അഡ്വക്കേറ്റ് നടത്തണമെന്ന് നമ്മൾ പാനൽ അഡ്വക്കേറ്റ് അതിനുള്ള ഫീസും നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ചില ബാങ്കുകളെല്ലാം ചില ബാങ്ക് നല്ല മിക്കവാറും ബാങ്കുകൾ ഇപ്പോൾ ആളിൻ്റെ ലൈഫ് ഇൻഷുറൻസും കൂടെ എടുക്കും. ആളെന്തെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ വീടിന് മുടക്കം വരാതെ അടയ്ക്കണം എന്നുള്ളതുകൊണ്ടാണ് ആളിൻ്റെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ റിക്കവറി ആക്ഷൻ ഞാൻ പറഞ്ഞു. സർഫാസി ആക്ട് പ്രകാരം നമ്മൾ കോടതി പോലും പോകാതെ ബാങ്കിൽ ഇപ്പോൾ ഈ വസ്തു പിടിച്ചെടുത്ത് ലേലം ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനാണ് സർഫാസി ആക്ട് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ ഞാൻ പോകുന്നില്ല, അതിനുവേണ്ടി നമുക്ക് വേറെ പിന്നീട് ഒരു പ്രോഗ്രാം ചെയ്യാം. ഈ സർഫാസി ആക്ട് പ്രകാരം ബാങ്കിന് ഈ പ്രോപ്പർട്ടി പിടിച്ചെടുത്തുകൊണ്ട് വിൽക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്ന്, നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ചെയ്തു. ഹൗസിംഗ് ലോൺ എന്തൊക്കെ കാര്യത്തിന് എടുക്കാമെന്ന് പറഞ്ഞു, ഇതിൻ്റെ പർപ്പസ് എന്താന്ന് പറഞ്ഞു. അടുത്ത് ക്ലോസ് റിലേറ്റീവ്സിൻ്റെ പേരിലുള്ള വസ്തു ആയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അത് ആരൊക്കെയാണെന്ന് നോക്കി. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. എന്തെല്ലാം കണ്ടീഷൻ ഇതിനകത്ത് മീറ്റ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ നോക്കി. ക്രെഡിറ്റ് റേറ്റിംഗ് വേണമെന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ നോക്കി. അടുത്ത് ടൈറ്റിൽ ഡീഡ്സിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് വേണ്ടതെന്ന് നോക്കി. അടുത്ത് ഇൻകം പ്രൂഫിന് ഏതൊക്കെ രേഖകൾ വേണം എന്നുള്ളത് നോക്കി. വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടതെന്ന്, ആധാരം അല്ല നമ്മുടെ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ്, അതിൻ്റെ NOC അല്ലെങ്കിൽ അപ്രൂവൽ എന്നുള്ളത് നോക്കി. നമ്മൾ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ എത്ര ശതമാനം, 10%, 20%, 25%, അതെല്ലാം നമ്മൾ നോക്കിയതാണ്. അടുത്ത് ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയൊക്കെ നടക്കണമെന്ന് നമ്മൾ നോക്കി. NRE ഹൗസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നോക്കി. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും നോക്കി. സെക്യൂരിറ്റി എന്താണെന്ന് നോക്കി. സാങ്ഷനിങ് ആരൊക്കെ ആയിരിക്കും എന്ന് നോക്കി. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കി. റീപേയ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കി. മറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നോക്കി. ഓക്കെ, അപ്പം ഇതിൻ്റെ റിക്കവറി ആക്ഷൻ സർഫാസിയെ പറ്റി നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് ഏതാണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇവിടെ വീടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ ഒരു ഭവന വായ്പ എടുത്ത് ഒരു ഭവനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പ്രോഗ്രാം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഉള്ള ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ പറയണം. 70 വയസ്സ് വരെ ഉണ്ട് സാറേ. സ്പെഷ്യൽ ഇത് വേണമെന്നേ ഉള്ളൂ. പിന്നെ 10 കൊല്ലമല്ലോ. 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ പിന്നെ എത്ര വർഷമുണ്ട്? പിന്നെ 15 കൊല്ലമേ ഉള്ളൂ റീപേയ്മെന്റ് ഉള്ളു സാർ. അവർ റീപേയ്മെന്റ് തുക കൂടും. അതെ. പിന്നെ ഒന്നും വാങ്ങിക്കാൻ കാണത്തില്ല. ചിലപ്പോ അതിൽ കടുത്ത അതാ അതും 10,000 രൂപ നെറ്റ് ഉണ്ടാകണം, എന്നാലേ തരുള്ളൂ. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്ത എല്ലാ ഡിഗ്രിയെ കുറിച്ച് നല്ല ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തു. നന്ദി, സന്തോഷം. അപ്പൊ തോമസ് സാറ് ഇന്ന് വളരെ ആധികാരികമായിട്ട് തന്നെ നമ്മളെ കൊണ്ട് ലോൺ എടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. നമുക്ക് പ്രായക്കൂടുതലായത് കൊണ്ടുള്ള ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തു പോയേനെ. സാറ് പ്രധാനമായിട്ടും ഹൗസിംഗ് ലോൺ ഏതൊക്കെ തരത്തിലാണ്, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആരൊക്കെയാണ് ക്ലോസ് റിലേറ്റീവ്സ്, അത് സ്പൗസ്, ഫാദർ, മദർ, അതുപോലെ തന്നെ അൺമാരീഡ് ബ്രദർ ആൻഡ് സിസ്റ്റർ, അതുപോലെ അൺമാരീഡ് ഡോട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ എന്തുകൊണ്ടാണ് ഈ ഹൗസിംഗ് ലോൺ ഇത്രമാത്രം പ്രാധാന്യമുള്ളതെന്ന് സാർ പറഞ്ഞു. ഏറ്റവും കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ഏറ്റവും കാലത്തേക്ക് നമുക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി കിട്ടുന്നു, അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യാൻ പറ്റും, അതുപോലെ ഇൻകം ടാക്സ് സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പല കാര്യങ്ങളും സാർ സംസാരിച്ചു. പിന്നെ പറഞ്ഞത് കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള കണ്ടീഷൻസ്? പ്രയോർ ഡീഡ്സ് വേണം, ഇൻകം ടാക്സ് പ്രൂഫ് വേണം, അതുപോലെ തന്നെ റോഡുമായിട്ടുള്ള ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആകാൻ പാടില്ല, അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി ആകാൻ പറ്റത്തില്ല. പിന്നെ ഇത് വായ്പ കിട്ടണമെങ്കിൽ സിബില്, ക്രിസ്പ് ഇങ്ങനെയുള്ള സ്കോറുകളെല്ലാം പ്രാധാന്യമുണ്ട്. മിക്കവാറും എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലാത്ത കേസുകളിൽ ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, എന്തൊക്കെ ഡീഡ്സ് ആണ്, എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യമുള്ള ടൈറ്റിൽ ഡീഡ്സ്, അതിൽ രജിസ്റ്റേർഡ് ലാൻഡ് ഡോക്യുമെന്റ്സ്, ആധാരം, അതുപോലെ തന്നെ പ്രിയോർ ഡോക്യുമെന്റ്സ്, പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ്സ്, ടാക്സ് പെയ്ഡ് റെസിപ്റ്റ്സ്, എൻകംബ്രൻസ്. അത് 30 years അല്ലേ സാർ? 30 years
13 കൊല്ലം. 12 കൊല്ലമാണ് ലിമിറ്റേഷൻ. 30 വർഷത്തിൽ ചോദിക്കാറുണ്ടല്ലോ. 30 കൊല്ലാതെ എന്തെങ്കിലും ഗവൺമെന്റിന്റെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ 30 കൊല്ലം. അത് ഇതാണ് സാർ, ഈ ഷാപ്പ് ലേലത്തിലൊക്കെ പങ്കെടുക്കുന്നവർ അവരുടെ സ്ഥലം കിസ്ത് എന്നാണ്ട് പറയുന്നത്. ഗവൺമെന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടണമെങ്കിൽ വലിയ ചടങ്ങാണ്. അതുപോലെ ഗവൺമെന്റ് കോൺട്രാക്ടർമാരായിട്ടുള്ളവരുടെ അതുപോലെ തണ്ടപ്പേര് രജിസ്റ്ററിന്റെ കോപ്പി, അതുപോലെ തന്നെ ഇൻകം പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ട സാലറി സർട്ടിഫിക്കറ്റ്, ഇൻകം ടാക്സ് റിട്ടേണ്, ബാലൻസ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ റവന്യൂ അതോറിറ്റീസ് കൊടുക്കുന്ന വളരെ ചെറിയ തുകയ്ക്ക് വേണ്ടി വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും ഗുണകരമാവും. പിന്നെ കൺസ്ട്രക്ഷന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലാൻ എസ്റ്റിമേറ്റുകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ NOC വേണം. പിന്നെ ഓണറിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചുള്ള ഒരു നിജപ്പെടുത്തുന്ന എമൗണ്ട് ഉണ്ട്. 10%, 20%, 25% അങ്ങനെ ഓണർ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. പ്രോസസ് ചെയ്യാൻ വേണ്ടി പ്ലാന്, എസ്റ്റിമേറ്റ്, ഓണർ കോൺട്രിബ്യൂഷൻ, ഇൻകം ഇതെല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും കൃത്യമായിട്ടുള്ള എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. അത് ഫിക്സ് ചെയ്യാൻ 3 കണ്ടീഷൻസ് ഉണ്ട്. 6 times ആനുവൽ ഇൻകം ഓഫ് ദി ആപ്ലിക്കന്റ്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് എമൗണ്ട് മൈനസ് ഓണർ കോൺട്രിബ്യൂഷൻ, അതല്ലെങ്കിൽ എമൗണ്ട് റിക്വസ്റ്റഡ്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത്ര എമൗണ്ട് ആയിരിക്കും സാധാരണ നമുക്ക് ലോണായിട്ട് കിട്ടുന്നത്. നോൺ റെസിഡൻസ് ആണെങ്കിൽ ചില അഡീഷണൽ കണ്ടീഷൻസ് കൂടെ ഉണ്ട്. പിന്നെ സാർ അതിന്റെ റീപേയ്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു, അവർ ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു. പിന്നെ റിക്കവറി, ഇൻ കേസ് നമ്മൾ പേയ്മെന്റ് കറക്റ്റായിട്ട് പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് റിക്കവറി ചെയ്യുന്നത്, പിന്നെ മറ്റ് അതർ ഡീറ്റെയിൽസ്. അപ്പൊ അങ്ങനെ ഒരു ബാങ്കിനെ സംബന്ധിച്ചോളമുള്ള എല്ലാ കാര്യങ്ങളും സുദീർഘമായി വളരെ കൃത്യതയോടുകൂടി സാറ് അവതരിപ്പിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം 8 മണിക്ക് നമുക്കൊരു ക്ലാസ് ഉണ്ട്. ക്ലാസ് ആളുകൾ കയറി വരുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. നമ്മൾ തലയിലെഴുത്ത് തിരുത്താം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അനാലിസിസിന്റെ ഒരു ബേസ് ക്ലാസ് ആണ്. നിങ്ങൾക്കും വേണമെങ്കിൽ പങ്കെടുക്കാം. തീരുമ്പോൾ കുറച്ച് സമയമാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഈ കാര്യത്തെ കുറിച്ച്. സാറേ, ഇത് സാറേ ഇൻട്രസ്റ്റ് റേറ്റ് ഈ നാഷണൽസ് ബാങ്കുകളൊക്കെ മുഴുവൻ ഡിമിനിഷിംഗ് ആയിരിക്കും അല്ലേ? നാഷണൽസ് ബാങ്കുകളൊക്കെ ഡിമിനിഷിംഗ് ആയിരിക്കില്ലേ? എല്ലാ ബാങ്കുകളും ഡിമിനിഷിംഗ് സാർ. അല്ല, ഈ പ്രൈവറ്റ് ബാങ്കുകൾ HDFC-കാരൊക്കെ ഫ്ലാറ്റ് റേറ്റ് എടുക്കുന്നു. ഫ്ലാറ്റ് റേറ്റ് കണ്ടീഷൻ ഇല്ല സാറേ. എല്ലാം പ്രൈവറ്റ് ബാങ്കുകളൊക്കെ എടുക്കുന്നുണ്ട് ഫ്ലാറ്റ് റേറ്റ്. ഫ്ലാറ്റ് റേറ്റ് എടുക്കാൻ പാടില്ല സാർ ബാങ്കുകൾക്ക്. ഇപ്പം അത് ഡിമിനിഷിംഗ്, അത് നിയമാനുസൃത അല്ല അല്ലേ? അങ്ങനെ ചെയ്ത് ഇല്ല. ഫ്ലാറ്റ് റേറ്റ് ഇപ്പൊ അംഗീകാരമല്ല. ഹൗസിംഗ് ലോൺ ഫ്ലാറ്റ് റേറ്റ് എടുക്കാറില്ല സാർ. ഇല്ല. സാറേ, പിന്നെ ഒരു ഒറ്റ കണ്ടീഷൻ ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉപകാരം ഉണ്ടാവും, ഹൗസിംഗ് ലോൺ ഉള്ളവരെ സംബന്ധിച്ച്. അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്, 1 മിനിറ്റ്. അതായത് ഈ ഹൗസ് ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫ്ലോട്ടിംഗ് ആണ്. അതായത് കൂടിയാൽ നമുക്ക് ബാധകമാണ്, പക്ഷെ കുറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കുറയുമ്പോൾ പുതുതായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ ബാങ്കുകൾ പലപ്പോഴും അത് കൊടുക്കാറുള്ളൂ. പഴയ എടുത്തവർക്ക് അത് കൊടുക്കുന്നില്ല. അപ്പൊ പണ്ട് ഹൗസിംഗ് ലോൺ എടുത്തവർക്ക് ഈ കുറഞ്ഞതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അവരൊരു അപേക്ഷ കൊടുക്കണം. അതോടുകൂടെ ഈ കുറച്ച് കിട്ടാൻ വേണ്ടി ഒരു ഫീസും അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഫീസ് കൂടെ കൊടുത്താൽ മാത്രമേ നമുക്ക് കുറഞ്ഞു കിട്ടൂ. ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ നമുക്കൊരു അപേക്ഷ കൊടുത്ത് നമുക്കും കൂടെ ആ കുറഞ്ഞത് മേടിക്കാവുന്നതാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അല്ല, നമ്മുടെ അതിന് റീപേയ്മെന്റിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ, എന്തെങ്കിലും റീപേയ്മെന്റ് കുറവുണ്ടെങ്കിൽ അത് നമ്മൾ അടയ്ക്കണം. ആ തുക അടച്ചിരിക്കണം. പിന്നെ ഇതിനു വേണ്ടി ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് എത്രയാ അവർ പറയണം, ആ തുക നമ്മൾ കൊടുക്കണം. ഓക്കെ. ഫീസ് വാങ്ങുന്നത് കാരണം എന്താ വെച്ചാൽ കിട്ടുന്നതല്ലേ, പാർട്ടിക്ക് കിട്ടുന്നതല്ലേ. പാർട്ടി കിട്ടണ അവർ കൊടുക്കാൻ തയ്യാറല്ല. ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രോഫിറ്റ് എത്ര കൂട്ടാന്നുള്ളത് അവരുടെ ലക്ഷ്യം സാർ. ബാങ്കുകൾ എന്ന് പറയുമ്പോ അവര് പ്രോസസിംഗ് ഫീ എന്തായാലും മേടിക്കും. അല്ല, അത് ശരിക്കും കൺസ്യൂമർ കോടതിയിൽ പോകേണ്ടതാണ്. അത് ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പൈസ കട്ട് ചെയ്തെടുക്കും. അതൊക്കെ ഉണ്ട് സാറേ. സാറേ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ സാറേ. നമുക്ക് കുറഞ്ഞ സമയമുണ്ട്, അതിനകത്ത് പറയാം. അവർക്ക് NBA ഉള്ളതുകൊണ്ടാണ് ഈ മാതിരി പൈസ എടുക്കുന്നവര്. കമേഴ്സിനാണല്ലോ. അതവർക്ക് തലവേനുള്ള MBA. അതായിക്കോട്ടെ, നമ്മളിപ്പോ അതായത് കാലാകാലങ്ങളിൽ അത് എഫക്ട് ആയിരിക്കും അഗ്രിമെന്റിൽ ഒപ്പിടുമ്പോ. അപ്പോ അത് വെദർ ഇറ്റ് ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് അത് തരണമല്ലോ ശരിക്കും കൺസ്യൂമർ ആക്ട് പ്രകാരം. അതായത് നമ്മുടെ ചോദ്യം. അല്ല, ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് പറയുന്നത്, ഞാൻ ആ തന്നെയാണ്. അല്ല, അതിനുവേണ്ടി ഒരു എമൗണ്ട് ബാങ്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ NBA ക്ലിയർ ചെയ്യാനല്ലേ? അതെ, അത് പ്രൊവിഷൻ. അത് പ്രൊവിഷൻ റിസർവും പ്രൊവിഷനും വേറെ ഉണ്ടാവും. സാറേ, കുറഞ്ഞാൽ തരികയല്ല സാറേ, കൂട്ടിയാൽ ഒരു കൂട്ടിക്കോളൂ.
അതെ അതൊരു നല്ല വാസ്തവത്തിന് ഇതല്ലേ. പക്ഷെ അത് അഗ്രിമെന്റിൽ അങ്ങനെ എവിടെയും പറയുന്നില്ലല്ലോ സാർ അല്ലേ? എഗ്രിമെന്റില് ഈ എഗ്രിമെന്റ് ആരാ സാറേ മുഴുവൻ വായിക്കുന്നത്? അതാണ് എത്ര പേജുണ്ട്? ഒപ്പിടാൻ പറയുന്നിടത്ത് ഒപ്പിടുക അല്ലാതെ ഇതൊക്കെ ആര് വായിക്കും? മിക്കവാറും എഗ്രിമെന്റ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. എഗ്രിമെന്റ് ചേർത്ത് വെച്ചിട്ടുണ്ട്. എഗ്രിമെന്റിൽ ആ ക്ലോസ് എല്ലാം ചേർത്തിട്ടുണ്ട്. സാറ് പറഞ്ഞാൽ നമ്മൾ വായിച്ചു നോക്കാത്ത കുഴപ്പമുള്ളൂ. സാറിന്റെ അനുഭവം ഏതായാലും നല്ല രീതിയിൽ പങ്കുവെച്ചു. അതുകൊണ്ട് തന്നെ ക്ലാസ് വളരെ ഗംഭീരമായി. ആദ്യം തന്നെ പറഞ്ഞില്ല, ഞാൻ അവസാനം റിട്ടയർ ചെയ്യുമ്പോൾ ഹൗസിംഗ് ലോൺ കൊടുക്കുന്ന പ്രോസസ്സിംഗ് സെല്ലിലായിരുന്നു ഞാൻ കേട്ടോ. RH റീറ്റെയിൽ അസറ്റ് ഹബ് ഇഷ്ടമാതിരി ഹൗസിംഗ് ലോൺ സാങ്ഷൻ ചെയ്തിട്ട്. അപ്പൊ താങ്ക് യു സാർ. അപ്പൊ തോമസ് സാറിന് നന്ദി അറിയിക്കുന്നു. നമ്മൾ പതിയെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ ഇതിനൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാം. മാത്യു സാർ കേൾക്കാമോ? അപ്പൊ തോമസ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ എല്ലാവർക്കും. കണ്ടിന്യൂ ചെയ്യാം. മാത്യു സാർ കേൾക്കാമല്ലോ അല്ലേ? സാർ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. സാറിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ വിട്ടിരിക്കുന്നു. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ.